ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ പേജാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കണം. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നൊരു ദിവസം തന്നെയാണ് നാളെ. സ്റ്റാൻലി ആരാണ് എന്ന് നമ്മൾ കാണാൻ പോകണം. കുറേ പേരിങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇവരായിരിക്കും, അവരായിരിക്കും, മറ്റവരായിരിക്കും എന്നൊക്കെ. അപ്പോൾ കുറെ കഥാപാത്രങ്ങൾ അഭിനയിച്ച, ഇതുപോലെ സ്ട്രോങ് കഥാപാത്രങ്ങൾ അഭിനയിച്ച കുറെ സീരിയൽ നടന്മാരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ഏതായാലും നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതുമുഖ നായകൻ തന്നെയാണ് വരാൻ പോകുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ് കേട്ടോ. അങ്ങനെ അലീനയും കുട്ടിപ്പട്ടാളം എല്ലാം കൂടെ തിരിച്ച് വീട്ടിലെത്തി. കൃഷ്ണയ്ക്കും രോഹിത്തിനും ബബിതയ്ക്കും ഒക്കെ ഇപ്പൊ ഒരു ഗ്ലാസ് ചായ കിട്ടിയില്ല അങ്ങ് വീണു പോകും. കാരണം അലീന ചേച്ചിയുടെ ചായ കുടിച്ചിട്ട് എത്ര ദിവസമായി എന്നാണ്. അവിടെ രേവതിയാണല്ലോ പാചകവും കാര്യങ്ങളൊക്കെ. അതിനകത്തേക്ക് നമ്മുടെ അലീന കൈ കടത്താനും പോയില്ല. അങ്ങനെ നമ്മുടെ അലീന ആദ്യം രേവതിക്കുട്ടീനെ വിളിച്ച് പറയാണ്, അതെ രേവതിക്കുട്ടി, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്ന അലീന ചേച്ചി, നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഒരു രസവും ഇല്ല. സത്യം പറയാലോ, ഇതുണ്ടല്ലോ എന്തോ വീട് ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഉണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും അവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ രേവതി എന്ന് വെച്ചപ്പോഴത്തേക്കോ, ഇല്ല അത് പറ്റത്തില്ല, എന്നാലും ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ പോയപ്പോഴത്തേക്കും ആകെപ്പാടെ അങ്ങോട്ട് എന്തോ ഇത്രയും ദിവസം ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും സാരമില്ല, അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളൂ. ആന്റിയും അങ്കിളും ഒക്കെ എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അവരിവിടെ മൂഡ് ഓഫ് ആയിട്ട് ഏതോ മൂലയ്ക്ക് രണ്ടുപേരും കൂടെ കുത്തിപ്പിടിച്ചിരിപ്പോണ്ട് ഒരു രസവും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കുക മോളെ, ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയില്ലേ, ഇപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അവർക്ക് ചായ ഇട്ട് കൊടുക്കണം, ഫ്രഷ് ലൈം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ അലീന കിച്ചണിലേക്ക് കയറി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേസിനെ മാമച്ചനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഗ്രേസിക്കും മാമച്ചനും വല്ലാത്ത ഫീലിംഗ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഗ്രേസി പറയും, പൊന്നോ, ആ പിള്ളേരുണ്ടായിരുന്നപ്പോ ഇത് എന്തായിരുന്നു, ഇതല്ലായിരുന്നു, അപ്പോഴല്ലായിരുന്നു ഇത് വീട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് എന്താ പറയാ, ഇത്രയും പിള്ളേരുണ്ടാകുന്നോ, അല്ലെങ്കിൽ ഇത്രയും പിള്ളേർ നമ്മുടെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നോ, എന്നാൽ അങ്ങനെ വല്ലതും നമ്മൾ ഇത്രയും നാളും ചിന്തിച്ചിരുന്നോ? എന്തായിരുന്നു ഇത്, ഒരു വീടല്ലായിരുന്നല്ലോ. നമ്മുടെ മോൻ പോയതിൽ പിന്നെ എന്തോ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെയല്ലേ നമ്മളിവിടെ കിടന്നത്. പക്ഷെ ഇപ്പൊ നോക്കിക്കുക, ഇത്രയും പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമെന്നോ, നമ്മളോട് ഇങ്ങനെ സഹകരിക്കുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമുക്കൊന്നും നമ്മൾ വിചാരിക്കാതെ സംഭവിച്ച, അല്ലെങ്കിൽ വിചാരിക്കാതെ കിട്ടിയ ഒരു സന്തോഷമാണല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇതിനെല്ലാം രേവതിക്കുട്ടിയോട് നമ്മൾ നന്ദി പറയണം. കാരണം അവളുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ അലീന വരുന്നത്, അലീന ഉള്ളത് കൊണ്ടാണല്ലോ ആ മക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ രേവതിക്കുട്ടിയോട് നന്ദി പറയണമെന്ന് പറയുമ്പോ, ആ പഞ്ച പാവം അവള്. ഏതായാലും രേവതിക്കുട്ടീനെ നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് പലതും നഷ്ടമായിരുന്നു, നമുക്ക് പലതും കിട്ടാതെ പോയേനെ എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ എന്താ പറയാ, നമ്മുടെ രോഹിത്തും ബബിതയും അലീനയും കൃഷ്ണമോളൊക്കെ പോയതിന്റെ വല്ലാത്തൊരു സങ്കടത്തിലാണുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ കാർ ഓടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പം പൊക്കോണ്ടിരുന്ന അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കൊട്ടാരം മറ്റത്തിൽ സ്റ്റാൻലിയുടെ വീട്. അപ്പൊ സ്റ്റാൻലിയുടെ വീട് അന്വേഷിച്ചപ്പം ഏറെക്കുറെ ഈ സ്റ്റാൻലി എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു പേടി ഞെട്ടലൊക്കെയാണ്. അതായത് പുള്ളിക്കാരന് അങ്ങനെയാണ്. നമ്മുടെ സ്റ്റാൻലിന്ന് അതായത് കേണലാണല്ലോ, റിട്ടയർഡ് കേണലാണ്. അതിലുപരി പുള്ളിക്കാരന് എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അതുപോലെ ഒരു സിനിമാറ്റിക് രീതിയിലാണ് കേട്ടോ. നമുക്ക് ആ ഒരു പ്രമോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടിപൊളി ഒരു സിനിമാറ്റിക് രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു തോക്കൊക്കെ ആയിട്ട്, ഒരു നീളൻ തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വിസ്കി ഒഴിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഊറ്റുന്നുണ്ട്. 4-5 സൈഡിൽ നിന്നും കുറെ പട്ടികൾ ഓടിച്ചാടി വരുന്നുണ്ട്. ഇതല്ലേ നിങ്ങൾ കണ്ടത്? ഏതായാലും ഇതൊന്നും അല്ല, ഇതിനപ്പുറം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അല്ലല്ലോ, ബാലചന്ദ്ര മേനോനും ഗോവർദ്ധനും കൂടെ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തി നിൽക്കുന്നു. വലിയ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു വീടാണേ. ഈ പഴയ ഓടില് നിർമ്മിച്ച പഴയ തടിയും അങ്ങനെ വലിയൊരു വീടാണ്. വലിയ മുറ്റമൊക്കെ ആയിട്ട് വലിയൊരു വീടാണ്. കുറെ റബ്ബർ തോട്ടം. ആ റബ്ബർ തോട്ടത്തിനകത്തൊരു, ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ അപ്കമിങ് വിശേഷത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്ക് അറിയാതിരിക്കാം. കുറെ വലിയൊരു റബ്ബർ തോട്ടം. ആ റബ്ബർ തോട്ടത്തിനകത്ത് ഒരു 3-4 ഏക്കർ ഉണ്ട്. ആ റബ്ബർ തോട്ടം 3-4 ഏക്കർ ഒന്നും അല്ല, 8 ഏക്കർ 10 ഏക്കറൊക്കെ കാണുമായിരിക്കും. അത്രയ്ക്കും വിസ്തൃതി ഉണ്ട്. അപ്പം ആ റബ്ബർ തോട്ടത്തിനകത്ത്
ഒരൊറ്റ വീട്, ഒരു വലിയ വീട് ഇരിക്കുകയാണ്. എന്താ പറയുക, നമുക്കൊരു ഭാർഗവീ നിലയൊക്കെ പോലെ ആദ്യം തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെയാണ്, പഴയ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ആ വീട് ഇരിക്കുന്നത്. അത് പുതുക്കി പണിതിട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ഒരു പുതുമയുടെ ഇതിലോ ഒന്നുമില്ല, പഴയ ഒരു വീട് തന്നെ. ഏതായാലും നമ്മുടെ ബാലചന്ദ്ര മേനോൻ ആ ഗേറ്റിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന സ്റ്റാൻലി മാത്രമല്ല കേട്ടോ അവിടെ താമസിക്കുന്നത്. സ്റ്റാൻലിയുടെ എന്താ പറയാ പരിചാരകരൊക്കെ കുറെ പേരുണ്ട് ആ വീട്ടില്. കുറെ പേരെന്ന് പറഞ്ഞാല് അതില് ഔസേപ്പി ചേട്ടൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് അവിടുത്തെ മെയിൻ റോള് കൈകാര്യം ചെയ്യുന്നത്. ആ വീട് നോക്കി നടത്തുന്നതും അതിന്റെ കാര്യസ്ഥൻ, നോക്കി നടത്തിപ്പുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു പുള്ളിക്കാരൻ അവിടെ ഔസേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ, ആ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ആ ഒരു ഈ ഒരു ഭാർഗവീ നിലയം പോലെ വീടെന്ന് പറഞ്ഞില്ല, അതിനകത്തുനിന്ന് അകത്ത് തന്നെയാണ് എപ്പോഴും. വല്ലപ്പോഴും മാത്രമേ പുറത്ത് ഇറങ്ങാറുള്ളൂ, അകത്ത് തന്നെയാണ് എപ്പോഴും. പൗലോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ഔസേപ്പാണ് പൗലോസ് ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ നോക്കി നടത്തുന്ന ഒരാളാണ്, പൗലോസ് എന്നായിരിക്കാം. അപ്പൊ പുള്ളിക്കാരനും ഉണ്ട്. പിന്നെ ബൈജു എന്ന് പറയുന്നതെന്ന് തോന്നുന്നു ഒരു ഡ്രൈവർ. അപ്പം ആ പുള്ളിക്കാരനുമാണ് അവിടെ ഉള്ളത്, പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ അവിടെ വേലക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു ഭാർഗവീ നിലയം പോലത്തെ വീട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്ര മേനോൻ അവിടെ ചെന്ന് കാർ നിർത്തുമ്പോഴത്തേക്കും ഗോവർദ്ധന ചോദിക്കുന്നുണ്ട്, ഇവിടെ ആൾതാമസം വല്ലതും ഉണ്ടോ? ഇതിപ്പം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ ആൾതാമസം ഒന്നും ഇല്ലാത്ത പോലെയാണല്ലോ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ ആൾതാമസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഇവിടെ കാണുമായിരിക്കും, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി, അല്ല ഈ സ്റ്റാൻലി ഞാൻ ഇതിനു മുമ്പ് ഈ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ ബാലേട്ട എന്ന് പറയുമ്പോ, ഇനിയിപ്പൊ കേൾക്കാൻ പോകുന്ന പേര് സ്റ്റാൻലി എന്ന് മാത്രമായിരിക്കും. ഇനിയിപ്പൊ സ്റ്റാൻലി ആയിരിക്കും ഇപ്പൊ എല്ലാവരും ഇനിയിപ്പൊ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് സ്റ്റാൻലി എന്ന് മാത്രമായിരിക്കും. അയാൾക്ക് ഇത്ര വലിയ റോളോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയാളാണ് ഇനി ഈ കഥയിലെ പ്രധാന റോളും കൈകാര്യം ചെയ്യുന്നതും, പ്രധാന വില്ലനും അതുപോലെ നായകനും എല്ലാം ഇനിയിപ്പം സ്റ്റാൻലി തന്നെ ആയിരിക്കുമെന്ന് ബാലചന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ നമ്മളെയും ആ ഒരു ഇതിലേക്ക് കഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നത് പോലെ. കാരണം പ്രധാന ഒരു കഥാപാത്രം തന്നെയാണല്ലോ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആള്. അങ്ങനെ ആ ഗേറ്റിന്റെ അവിടെ ചെന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്കുമാണ് 3-4 സൈഡിൽ നിന്നും പട്ടികൾ വരുന്നത് കേട്ടോ. അപ്പൊ ഇവര് വെളിയിലാണ് കേട്ടോ, ഇവരുടെ അടുത്തേക്കല്ല പട്ടികൾ വരുന്നത്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ, സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ ലാലിച്ചൻ എന്നാട്ടോ പുള്ളിക്കാരന്റെ പേര്, ലാലിച്ചൻ എന്നാണ് വിളിക്കുന്നത്. ഈ പറയുന്ന ചിന്നമ്മ സ്റ്റാൻലിയുടെ അമ്മയാണ്. ചിന്നമ്മ എന്നാണ് സ്റ്റാൻലിയുടെ അമ്മയുടെ പേര്. അപ്പൊ ചിന്നമ്മ ചെറുപ്പത്തിലെ സ്റ്റാൻലി എന്ന് വിളിക്കാൻ, അതായത് എല്ലാവർക്കും ഒരു ചെല്ലപ്പേര് കാണൂല, അപ്പൊ ആ ഒരു ചെല്ലപ്പേരാണ് ലാലിച്ചൻ. ഇപ്പൊ സ്റ്റാൻലി എന്ന് വിളിക്കാതെ ഈ ചിന്നമ്മ ഇട്ട പേരാണ് ലാലിച്ചൻ. അയ്യോ, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞു പോയതാണ്. നമ്മുടെ ഔതക്കുട്ടി അതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ലാലിച്ചൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പം ഒരു ചാരുകസേര, ചൂരലിന്റെ ചാരുകസേരയിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നു, തോക്കെടുക്കുന്നു, ചൂണ്ടുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്ന് വിസ്കി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഊറ്റുന്നു. എന്നാലും ഈ വിസ്കിയുടെ മണം, ഈ സ്മെല്ല് വന്നപ്പോഴാണ് ഈ പട്ടികള് 5-6 പട്ടികള് പല സൈസിലും പല കളറിലും, ചിലതിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പേടി തോന്നുന്ന രീതിയിൽ, മനുഷ്യനേക്കാളും പേടി തോന്നുന്ന, അതായത് മനുഷ്യനേക്കാളും വലിപ്പമുള്ള ഒരു കാണ്ടാമൃഗത്തെ പോലെ തോന്നുന്ന രീതിയിലുള്ള പല സൈസിലും ഇനത്തിലും പെട്ട പട്ടികള്, ചെന്നായകള് ആണ് അവിടെ വരുന്നത്. അത് 4 സൈഡിൽ നിന്നും ഓടി, ഈ വിസ്കി ഊറ്റുന്നത് ഇതുങ്ങൾ ഓടി ഇങ്ങനെ വരികയാണ്. അപ്പൊ അതുങ്ങൾ ആ സ്മെല്ല് അടിച്ചിട്ട് വരുന്നതാ. സ്റ്റാൻലി വളർത്തുന്ന പട്ടി ആയതുകൊണ്ട് തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റാൻലി എന്ന് പറയുന്നത് ഒരു അതുപോലെ മദ്യപിക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരൻ എപ്പോഴും മദ്യത്തോട് മാത്രം ആസക്തി കാണിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അത് ഊറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടികളെല്ലാം കൂടി ഓടി വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ സിനിമാറ്റിക് രീതിയിലാട്ടോ നമ്മളെ ആ കാണിക്കുന്നത്. അങ്ങനെ ഓടി വരുന്നു. ഓടി വന്ന് പട്ടികളെല്ലാം അവിടെ നിന്ന് നമ്മുടെ സ്റ്റാൻലിനെ തന്നെ ഇങ്ങനെ നോക്കി നാക്ക് വെളിയിലിട്ട് ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റാൻലി എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സിറിഞ്ച് ഉണ്ട്, ഒരു വലിയ സിറിഞ്ച്, ഈ ആനയ്ക്കൊക്കെ കുത്തുന്നേക്കൂലി ആനമൈക്ക് ഉണ്ടല്ലോ, അപ്പൊ ആ സംഭവം എന്ന് തോന്നും. അതുപോലത്തെ ഒരു വലിയ സിറിഞ്ച് ഉണ്ട്. ആ സിറിഞ്ച് എടുത്ത് ആ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ പട്ടികളുടെ നാക്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ പട്ടികൾ ആർത്തിയോടെ ഈ സംഭവം കുടിക്കുകയാണ്, ഈ വിസ്കി കുടിക്കണം. അപ്പൊ ആ പട്ടികളും അത്രയ്ക്ക് ലഹരിപ്പെട്ടു പോയെന്ന് തോന്നുന്നു ഈ സംഭവത്തിനോടൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സീനാട്ടോ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിനെ ഒരു മങ്ങിയ രീതിയിൽ സ്ക്രീനിൽ നമ്മളെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രമേനോൻ ആ ഗേറ്റിന്റെ അവിടെ വന്ന് നിന്നു, ഓണടിച്ചു. അപ്പോഴത്തേക്ക് ഇത് ആരാന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, ഒരു മധ്യവയസ്കൻ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഒത്തിരി പ്രായവും ഇല്ല, അത്യാവശ്യം പ്രായമുണ്ട്. അങ്ങനെ ഒരു പുള്ളിക്കാരൻ വന്ന് പതിയെ ഇറങ്ങി വരികയാണ്. പതിയെ ഇറങ്ങി വന്നിട്ട് ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് പതുക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ 2 പേരുണ്ട്.
ബാലചന്ദ്രമേനോനും ഈ പറയുന്ന നമ്മുടെ ഗോവർദ്ധനും ഉണ്ട്. അപ്പൊ ഗോവർദ്ധനോട് ബാലചന്ദ്രമേനോൻ പറയാണ്, നീ ഇവിടെ ഇരിക്കുക, വണ്ടി ഏതായാലും ഞാൻ അകത്തേക്ക് കയറ്റുന്നില്ല, നീ ഇവിടെ ഇരിക്കുക, ഞാൻ അവരെ പോയി കണ്ടിട്ട് വരാന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ബാലേട്ടൻ തനിയെ പോയാൽ ശരിയാവോ, ഇതിപ്പോ കണ്ടിട്ട് എനിക്ക് ആകെപ്പാടെ പേടിയാവുകയുള്ളൂ, അപ്പം ബാലേട്ടൻ തനിയെ പോയിട്ടുണ്ട് ശരിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എനിക്ക് തനിയെ പോയാൽ മാത്രം മതി, തനിയെ പോയാലേ ശരിയാകത്തുള്ളൂ, എനിക്ക് തനിയെ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്, ഗോവർദ്ധന നീ ഇപ്പൊ ഇവിടെ ഇരിക്കുക, ഞാൻ വിളിച്ചാൽ നീ വന്നാ മതി, അല്ലാതെ നീ വരണ്ട, ഞാനൊന്ന് പോട്ടെ, ഞാനിപ്പോ പോകാൻ പോകുന്നത് ഈ പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്കല്ലേ, അല്ലാതെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് പുള്ളിക്കാരനെ കുറിച്ച്, ഇപ്പൊ നിനക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ പേടി തോന്നി കാണും, അത് നമുക്ക് തോന്നൂലോ, പക്ഷെ നീ ഇവിടെ ഇരിക്കും, ഞാൻ ആ പുള്ളിക്കാരനെ പോയി കണ്ടിട്ട് വരാം, എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആരാന്ന് ചോദിക്കുകയാണ് പൗലോസ് ബാലചന്ദ്രനെ കാണുമ്പോഴത്തേക്കും, അല്ല ഇത് എവിടെന്നാ, ആരാ, എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്ക് അല്ല ഇതാണോ സ്റ്റാൻലിയുടെ വീട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആ അതെ ഇത് തന്നെയാ സ്റ്റാൻലി ചായന്റെ വീട്, അല്ല നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല, എങ്കിൽ ഞാൻ സ്റ്റാൻലി ചായന് പറയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്, സ്റ്റാൻലി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ ഉണ്ട്, ഞാൻ പോയി ഏതായാലും ഒന്ന് പറഞ്ഞിട്ട് വരാം, നിങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ ഞാനൊന്ന് പറയാം, ഇനിയിപ്പോ വല്ല ബിസിനസ് ഡീലിങ്സിന് വല്ലതും വന്നേക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ എനിക്ക് പുള്ളിക്കാരനെ ഒന്ന് കാണണമായിരുന്നു, അത്യാവശ്യം ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്, ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ ബിസിനസ് അല്ല, പക്ഷെ എനിക്ക് കാണണം, എനിക്ക് കണ്ടേ പറ്റൂ, അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ടൊരു വിവരം പറയാനാണെന്ന് പറയുമ്പോഴത്തേക്കും പൗലോസ് പറയുന്നുണ്ട്, സാർ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പം വിളിക്കാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ പൗലോസ് അകത്തേക്ക് കയറി പോയി സ്റ്റാൻലിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും തന്നെ ബാലചന്ദ്രൻ ആ പുറത്ത് നിന്ന് ചുറ്റുപാടും വീക്ഷിക്കാണ് കേട്ടോ, വലിയൊരു കൊട്ടാരം പോലത്തെ വീട്, അതായത് ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ജനിച്ച നമ്മുടെ അലീനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ദയനീയമാണ്. 10-23 വർഷത്തോളം നമ്മുടെ അലീന ആ ഒരു അനാഥാലയത്തിൽ കഴിയുക എന്ന് പറയുമ്പോഴേ, അച്ഛനാര് അമ്മയാര് എന്നൊന്നും അറിയാതെ, അതായത് കൈതക്കൽ വീടെന്ന് പറയുമ്പോഴും വലിയൊരു കൊട്ടാരം തന്നെയാണ്. ഈ പറയുന്ന സ്റ്റാൻലിയുടെ ഈ വീട് കണ്ടപ്പോഴത്തേക്കും വലിയൊരു കൊട്ടാരം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു ബംഗ്ലാവ് തന്നെയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ രണ്ടു പേർക്ക് ഉണ്ടായ മകളാണല്ലോ അലീന. ആ അലീനയുടെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയായി പോയില്ല. അപ്പൊ ബാലചന്ദ്രൻ അതൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കി കാണുന്നുണ്ട്, അങ്ങനെ ഫുള്ളും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഏതായാലും നമ്മുടെ ബാലചന്ദ്രന്റെ മനസ്സിൽ എന്താ, ദേഷ്യമാണോ, പകയാണോ, വൈരാഗ്യമാണോ, അതോ ഇനിയിപ്പം നമ്മുടെ അലീനയെ സേഫ് ആക്കാനുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നതിന്റെ സന്തോഷമാണോ, എന്തോ ഇതൊന്നും അറിയത്തില്ല. നമുക്ക് മുഖത്തിൽ നിന്ന് അതൊന്നും വ്യക്തമാകാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ് ബാലചന്ദ്രന്റെ മുഖം കാണുന്നത്. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയാണ് കേട്ടോ. അപ്പൊ അലീന ആ വീട്ടില്, അതായത് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയല്ലോ. അങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയിട്ട് നമ്മുടെ ബ്രിജിറ്റാമ്മയുടെ മുമ്പിൽ പോയി, കുറെ ദിവസം ആയില്ല ബ്രിജിറ്റാമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ, 2-3 ദിവസം ആയില്ലോ പോയിട്ട്. അങ്ങനെ ബ്രിജിത്താമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കുളിച്ചൊരുങ്ങി ഇവർക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം അടി പിടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അലീന ചോദിച്ചത്, എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു മൂഡ് ഓഫ് ആയിട്ട് പോയി എല്ലാവരും കുളിച്ച് വൃത്തിയായിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ മടുത്തു അലീന ചേച്ചി, കുളിക്കാനേ പറ്റണില്ല, മാത്രമല്ല അവിടെ നിന്ന് വന്നത് കൊണ്ടാണെന്ന് ഒരു രസം തോന്നില്ല, എന്ത് രസമല്ലേ അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ മാമച്ചനങ്ങളും ഗ്രേസി ആന്റിയും ഒക്കെ ഒരു പ്രത്യേക ഒരു വൈബ് ഉള്ളവരാണ്. എന്തോ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്ന ഒരു വൈബ് ഇവിടെ കിട്ടുന്നില്ല. വീടെന്ന് പറഞ്ഞാൽ അതൊക്കെ അല്ലേ വീടെന്ന്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ അലീനയ്ക്ക് ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ ഈ ഒരു അവസ്ഥയെ, കാരണം നമുക്ക് അറിയാം, ഒരു വീടെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ച് പോകുമ്പോഴല്ലേ അതിനൊരു രസം തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ അതൊരു വീടാകത്തുള്ളൂ. അപ്പം അലീന തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പം എത്ര ദിവസം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല. ഏതായാലും അലീന പെട്ടാൽ ഇവർക്കൊരു വേദന ചിലപ്പോൾ കുറച്ച് ദിവസത്തേനെ കാണത്തുള്ളൂ. അലീന ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അതൊന്ന് നികന്നു പോകുമായിരിക്കും. പക്ഷെ അച്ഛനും അമ്മയും പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് താൻ നിൽക്കുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇവിടെ നിന്ന് പോയേ പറ്റൂന്ന് ബ്രിജിത്താമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് അലീന പറയാണ്, എനിക്കൊരു വഴി കാണിച്ചു തരണം, എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വൈജയനെ കാണിക്കുന്നുണ്ട്. അപ്പം വൈജ രണ്ടും കൽപ്പിച്ചാണ്. ഇനിയിപ്പം കൈതക്കൽ വീട്ടിൽ ഒത്തിരി നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് നേരെ ബബിതേനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം, തിരക്കണം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നീക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അലീന എപ്പോഴാ പോകുന്നത് എങ്കിലും അങ്ങോട്ടേക്ക് പോകണം, ഇല്ലെങ്കിൽ റെന്റിന് വേറെ വീട്ടിലേക്ക് പോകണം. അതുപോലെ നമ്മുടെ സ്റ്റാൻലിനെ കാണാനായിട്ട് ബാലചന്ദ്രൻ ചെന്ന് നിൽക്കുന്നു. സ്റ്റാൻലി ഇറങ്ങി വരികയാണ് കേട്ടോ. സ്റ്റാൻലി നമ്മുടെ ബാലചന്ദ്രനെ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ സ്റ്റാൻലിനെ കണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് സത്യം പറഞ്ഞ ഒരു ചെറിയ പുഴുവിനെ പോലെയാണ്, അത്ര ഉള്ളൂ നമ്മുടെ ബാലചന്ദ്രൻ. സ്റ്റാൻലി വലിയൊരു മനുഷ്യനാണ് കേട്ടോ, അത്യാവശ്യം പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ഒരു വലിയ മനുഷ്യൻ. ഒറ്റ നോട്ടത്തിൽ പേടി തന്നെയാകും.
അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി ത്രില്ല് അടുപ്പിച്ച് കൊല്ലുന്നൊന്നുമില്ല. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം. ഇന്ന് രാവിലെ വിശേഷം ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ വിശേഷം ഇടാതിരുന്നത് കേട്ടോ. അപ്പൊ നാളെ നമ്മൾ എന്നും വിശേഷം ഇടുന്ന പോലെ ആ ടൈമിൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോയും കൂടെ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, നെക്സ്റ്റ് ആയിട്ട് കാണാം.